സമാധാന ധാരണയിലെത്താതെ ഹോർമുസിലെ ഉപരോധം പിൻവലിക്കില്ലെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. തകർന്ന സൈനിക സംവിധാനങ്ങളുടെ സാമ്പത്തിക അവസ്ഥയും ആക്രമണത്തിൽ നിന്ന് പിന്തിരിയേണ്ട അവസ്ഥയിൽ ഇറാനെ എത്തിച്ചു. കൂടാതെ ഹോർമുസിൽ ഇറാൻ കപ്പലുകൾക്ക് നേരെ ഉപരോധം ഏർപ്പെടുത്തിയത് ബുദ്ധിപരമായ നടപടിയെന്നാണ് ട്രംപ് അഭിപ്രായപ്പെട്ടത്. Well, the blockade is genius, okay? The blockade has been 100% foolproof. It shows how good our Navy is, I can tell you that. Nobody's going to play games. We have the greatest military in the world, and I built much of it during my first term, and we've been building it since. And the greatest anywhere in the world, nobody even close. And you see that, whether it's Venezuela, and they have a good military in Venezuela, but it was over in one day. It was actually over in about 48 minutes. Iran, the same thing. I mean, militarily, we've wiped them out. They have no military left. It's all the Navy's at the bottom of the sea. The Air Force is never going to fly again. We've got an amazing military. Now they have to cry uncle. That's all they have to do. Just say. ഐസൻ ജോസുണ്ട്. ഐസൻ, ഈ ഹോർമുസ് ഉപരോധം അത് ശരിയായ തീരുമാനമായിരുന്നു, അത് ശരിയായ സമയത്തെടുത്ത തീരുമാനം, അത് ഫലം കണ്ടു എന്ന തരത്തിലാണ് ട്രംപിന്റെ പ്രതികരണം. എന്തായാലും ഇറാന് ഇനി യുദ്ധം അവസാനിപ്പിക്കാതെ യാതൊരു വഴിയുമില്ല, അത്രത്തോളം തകർന്ന് തരിപ്പണമായിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് ട്രംപ് പറഞ്ഞു വെക്കുന്നത്. എന്താണ് ഇനി എന്തായിരിക്കും സംഭവിക്കും? തീർച്ചയായും ഒരു ദീർഘകാല വെടിനിർത്തലിൽ നിലനിൽക്കുന്ന ഒരു സാഹചര്യമാണ് ഇറാനും അമേരിക്കയും തമ്മിലുള്ള സംഘർഷത്തിലുള്ളത്. അതുകൊണ്ട് തന്നെ ആ ഒരു ആക്രമണത്തിനുള്ള സാധ്യതയില്ല എന്ന് തന്നെയാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എങ്കിൽ കൂടി വളരെ കൃത്യമായൊരു നീക്കം ട്രംപ് നടത്തുന്നു, അത് ബുദ്ധിപരമായൊരു നീക്കമാണെന്ന് തെളിഞ്ഞതായും ട്രംപ് ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ വാക്കുകളിൽ ആദ്യം തന്നെ അദ്ദേഹം സൂചിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. നമുക്കറിയാവുന്നതാണ്, ഹോർമുസിൽ ഇറാനുമായി ബന്ധപ്പെട്ട ഇറാൻ്റെ തുറമുഖങ്ങളെല്ലാം തന്നെ ഉപരോധിക്കുക, സൈന്യത്തെ ഉപയോഗിച്ച്, ശക്തമായ സൈന്യത്തെ ഉപയോഗിച്ച് ഇറാൻ്റെ തുറമുഖങ്ങളിലേക്ക് ഹോർമുസ് വഴി വരുന്ന കപ്പലുകൾ തടയുകയും അവിടെ നിന്ന് കപ്പലുകൾ പുറത്തു പോകാൻ അനുവദിക്കാതിരിക്കുകയും ചെയ്യുന്ന കൃത്യമായൊരു നീക്കം അമേരിക്ക നടത്തുന്നുണ്ട്. ഹോർമുസിൽ ഇറാൻ പോർട്ടുകൾക്ക് നേരെ ഉപരോധം ഏർപ്പെടുത്തിയെന്ന് കൃത്യമായി തന്നെ മാർക്കോ റൂബിയോ എല്ലാം അറിയിക്കുകയും ചെയ്തിരുന്നു. നേരത്തെ തന്നെ ഈ ഉപരോധം ഏർപ്പെടുത്തുകയും ചെയ്തിരുന്നു. ഏതാണ്ട് 2 ആഴ്ചയോളമായി ഉപരോധം തുടരുകയും ചെയ്യുന്നുണ്ട്. ഈ ഉപരോധം തുടരുന്നൊരു സാഹചര്യം കൃത്യമായി ഇറാനെ വലിയ പ്രതിസന്ധിയിലാക്കി എന്ന് തന്നെയാണ് അദ്ദേഹം സൂചിപ്പിച്ചത്. മാത്രമല്ല, ഈ പ്രതിസന്ധിയിലാക്കുമ്പോൾ സ്വാഭാവികമായും ഇറാൻ്റെ എണ്ണ കടത്തുന്നത്, അതായത് ഷേഡോ കപ്പലുകൾ വഴി എണ്ണ കൊണ്ടുപോകുന്നത് ഉൾപ്പെടെയുള്ള നീക്കങ്ങൾക്ക് ശക്തമായ തടയിടാൻ സാധിക്കുകയും അതുവഴി ഇറാൻ്റെ സാമ്പത്തികമായ ഒരവസ്ഥയെ തകർക്കാൻ സാധിച്ചു. സ്വാഭാവികമായും അതിശക്തമായ ആക്രമണത്തിലൂടെ ഇറാൻ്റെ സൈനിക സംവിധാനങ്ങളെയും എല്ലാം തന്നെ തകർക്കുകയും ചെയ്തു. അവർക്കൊരു യുദ്ധവിമാനം പോലും പറപ്പിക്കാനാവാത്ത ഒരു സാഹചര്യത്തിലേക്ക് കൊണ്ടെത്തിച്ച, അത്രയും ദുഷ്കരമായൊരു സാഹചര്യത്തിലേക്ക്, അല്ലെങ്കിൽ അത്രയും ദുർബലമായൊരു സാഹചര്യത്തിലേക്ക് അവരുടെ സൈന്യത്തെ കൊണ്ട് എത്തിച്ചൊരു നീക്കം ഇറാൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാവുകയും ചെയ്തു, അമേരിക്കയുടെ ഭാഗത്തു നിന്നും ഇറാന് നേരെ ഉണ്ടാവുകയും ചെയ്തു. അത്തരത്തിൽ കടുത്ത നടപടികൾ ഉണ്ടായ ഒരു സാഹചര്യത്തിൽ ഇറാനെ സംബന്ധിച്ചിടത്തോളം ഇനി ധാരണയിലെത്തുകയാണ് അന്തിമമെന്നും, അത്തരത്തിലൊരു ധാരണയിലെത്തും വരെ ഹോർമുസിലെ ഉപരോധം പ്രായോഗികവും ബുദ്ധിപരവുമെന്ന് തീരുമാനിക്കപ്പെട്ട, അല്ലെങ്കിൽ കണക്കാക്കുന്ന ആ ഉപരോധം തുടരുമെന്ന നിലപാട് തന്നെയാണ് ട്രംപ് മുന്നോട്ട് വെച്ചിരിക്കുന്നത്. മറ്റൊരു നിർണായക ഘടകം കൂടിയുണ്ട്. ഷേഡോ കപ്പലുകളുടെ തടയുന്നത് പോലെ, ഷേഡോ നാവിഗേഷൻ തടയുന്നത് പോലെ തന്നെ ബാങ്കിങ്ങും അതുപോലുള്ള മറ്റു ഇടനിലക്കാർ വഴിയുള്ള ബാങ്കിങ്ങും മറ്റു സംവിധാനങ്ങളും തടയാനുള്ള നീക്കങ്ങൾ US ട്രഷറിയുടെ ഭാഗത്ത് നിന്ന് ഇന്നലെ ആരംഭിച്ചതായും വാർത്തകൾ പുറത്തു വന്നിരുന്നു. കടുത്ത സമ്മർദ്ദത്തിൽ ഇറാനെ ആക്കി ആണവ നിരായുധീകരണത്തിനുള്ള ധാരണയിലെത്തിക്കുക എന്ന ഒരു അന്തിമ നീക്കത്തിലാണ് ട്രംപ് എന്നത് വ്യക്തമാവുകയാണ് അദ്ദേഹത്തിൻ്റെ വാക്കുകളിലൂടെ. ശരി ഐസൻ, എന്തായാലും ഇറാനെ പൂർണ്ണമായും പ്രതിരോധത്തിലാക്കാൻ അല്ലെങ്കിൽ സമ്മർദ്ദത്തിലാക്കാനുള്ള പഴുതടച്ച നീക്കങ്ങളിലാണ് അമേരിക്ക. ആണവ നിരായുധീകരണം, അതിൽ കുറഞ്ഞൊരു നടപടിയും സ്വീകാര്യമല്ല അമേരിക്കയ്ക്ക് എന്നുള്ളതാണ്.